എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ശരിയായ രീതിയിൽ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാം. നമ്മൾ കോൾ റെക്കോർഡ് പലപ്പോഴും ഡയറക്റ്റ് കയറി ചെയ്യാറേ ഉള്ളൂ. കോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഡയറക്റ്റ് കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ പല ഫോണുകളിലും അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ പല ആപ്ലിക്കേഷനും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് നമുക്ക് ഫോണിൽ ഡയറക്റ്റ് എങ്ങനെ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാം, ശരിയായ രീതിയിൽ എങ്ങനെ കോൾ റെക്കോർഡ് ചെയ്യാം എന്നുള്ള ഏറ്റവും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാവുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കുറഞ്ഞത് നിങ്ങളൊരു 100 ലൈക്കെങ്കിലും തന്ന് ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റിലെ നമുക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൾ റെക്കോർഡിനൊക്കെ ആയിക്കോട്ടെ, നമ്മുടെ ഫോണിലുള്ള ഏതൊരു ആപ്ലിക്കേഷന് പുതിയ സ്പെസിഫിക്കേഷൻസ് ലഭിക്കണമെങ്കിൽ നമുക്ക് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് കോൾ എന്ന് സെർച്ച് ചെയ്യുക. കോൾ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളെ പെർട്ടിക്കുലറായിട്ടുള്ള ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും ഫോണിൽ വരുന്നത്. അപ്പോൾ മൂന്നാമതായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ഫോൺ ബൈ ഗൂഗിൾ എന്ന് കൊടുത്തിരിക്കുന്ന ആ ആപ്ലിക്കേഷൻ ഇവിടെ ഞാൻ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ ബീറ്റയിൽ ജോയിൻ ചെയ്യണ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണേൽ ബീറ്റ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബീറ്റയിലോട്ട് ഉപയോഗിക്കാം. ബീറ്റയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുതിയ സ്പെസിഫിക്കേഷൻ നമുക്ക് ആദ്യം ലഭിക്കുന്നതായിരിക്കും. ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിൻ്റെ മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് വരും. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോൾ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്കിവിടെ റെക്കോർഡിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഇവിടെ ഡിലീറ്റ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് നെവർ, ആഫ്റ്റർ 7 ഡേയ്സ്, ആഫ്റ്റർ 40 ഡേയ്സ്, അതുപോലെ തന്നെ ആഫ്റ്റർ 30 ഡേയ്സ്, അങ്ങനെ 3 ഓപ്ഷൻ നമുക്ക് കാണാം. അതായത് ഓട്ടോമാറ്റിക്കലി ഇത് നമുക്ക് 7 ദിവസം കൊണ്ട് ഡിലീറ്റ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം, 14 ദിവസം കൊണ്ട് സെറ്റ് ചെയ്യാം, 30 ദിവസം കൊണ്ട് നമുക്കിത് ഡിലീറ്റ് ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഞാനിവിടെ 30 ദിവസം കൊടുത്തിട്ട് ഇവിടെ ഇത് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ വായിച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ നെവറിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. ഞാനിവിടെ ഒന്ന് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്തിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോൾ റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് വേണേൽ വായിച്ച് നോക്കാം. അതിന് താഴെ നമുക്ക് ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് അൺഗോൺ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ റെക്കോർഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പോൾ അത് വേണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. ഓൾവേസ് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ആയിട്ട് വരും. അവിടെ നമുക്ക് നമ്പർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഓൾവേസ് മുഴുവൻ കോളുകളും റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡിസേബിൾ ചെയ്തിട്ട് താഴെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങളുടെ കോൺടാക്റ്റിൽ നിന്നും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള റെക്കോർഡ് ചെയ്യണമെന്ന് ആവശ്യമുള്ള ആളുടെ നമ്പർ മാത്രം നിങ്ങൾക്ക് ഇവിടെ നിന്നും എടുത്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ആ നമ്പർ സേവ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നിന്നും ഒരു 2-3 നമ്പർ സെലക്ട് ചെയ്യുവാണ്, ഏതെങ്കിലും ഒരു 3 നമ്പർ. അപ്പോൾ ആ 3 നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ മാത്രം ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. എപ്പോഴും ആ നമ്പറിൽ നിന്ന് നമുക്ക് എപ്പോൾ കോൾ വന്നാലും ആ കോൾ ഇതുപോലെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. ഞാനിവിടെ 2 കോൺടാക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കോൺടാക്റ്റൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ 3 കോൺടാക്റ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ 3 കോൺടാക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് മറ്റൊന്നും ചെയ്യാനില്ല. ബാക്കിലോട്ട് പോവാം. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ സെറ്റിങ്സിൽ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിലോട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്കിലോട്ട് പോകാം. അതിൻ്റെ താഴെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടോ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ പ്ലേ ട്യൂൺ ഇൻസ്റ്റാൾഡ് ഓഫ് ഡിസ്ക്ലൈമർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ ഓപ്ഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കാരണം നമ്മൾ കോൾ വിളിക്കുന്ന സമയത്ത് അനൗൺസ്മെൻറ്റ് വരാറുണ്ട്. ആ അനൗൺസ്മെൻറ്റ് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയാണ്. അത് നമ്മൾ എനേബിൾ ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾ അറിയാതെ അവരുടെ കോളുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അത് വേണേൽ എഗ്രി ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ട്യൂണ് മാത്രമാണ് ആദ്യം വരുന്നത്. ഇത്രയും മാത്രം ചെയ്തു വെച്ചുകൊണ്ട് നമ്മൾ സാധാരണ ഇതൊന്നും ആരും ചെയ്യാറില്ല.
ജസ്റ്റ് കയറി റെക്കോർഡ് ചെയ്ത് പോകാറേ ഉള്ളൂ. ഇത്രയും ചെയ്ത് വെച്ചിട്ട് നമുക്ക് നേരെ ഫോണിലോട്ട് പോകാം. ഫോണിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇനി 3 ആളുകളുടെ കോൾ വരുന്ന സമയത്ത് ഇതൊക്കെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. നമുക്കൊരു ആപ്ലിക്കേഷൻ വഴി എങ്ങനെ കോൾ റെക്കോർഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളിംഗ് ആപ്ലിക്കേഷൻ ഇതുപോലെ കോൾ റെക്കോർഡർ എന്ന് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ മുകളിൽ കുറേ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക. ഇവിടെ കോൾ റെക്കോർഡർ ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന ഒരു റെക്കോർഡർ നിങ്ങൾക്ക് ഇവിടെ കാണാം. 5 മില്യൺ പ്ലസ് യൂസേഴ്സ് ഉള്ള ആപ്ലിക്കേഷനാണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ ചെറിയൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസാണ് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ട. ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ടു ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കോൺടാക്റ്റ് ലിസ്റ്റിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ കോൾ റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം അലോ പെർമിഷൻ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇൻകമിങ് കോള്, ഔട്ട്കമിങ് കോള്, അതായത് ഫേവറേറ്റ് കോള്, ഇങ്ങനെ കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ലിസ്റ്റ് ആരുടെ റെക്കോർഡാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അവരുടെ വേണമെങ്കിൽ പെർട്ടിക്കുലറായിട്ട് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇൻകമിങ് കോളാണ്, ഇൻകമിങ് കോൾ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആരുടെ കോൾ റെക്കോർഡാണോ വേണ്ടത് ആ റെക്കോർഡ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഔട്ട് ഗോയിങ് കോൾ വേണമെങ്കിൽ ഔട്ട് ഗോയിങ് കോൾ ചെയ്യാനുള്ളതുണ്ട്. ഫേവറേറ്റ് കോൾ, നിങ്ങൾക്ക് വരുന്ന എല്ലാ കോളുകളും ഇതുപോലെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. റൈറ്റ് സൈഡിലോട്ട് സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഔട്ട് ഗോയിങ് കോള് അതുപോലെ തന്നെ ഇൻകമിങ് കോൾ എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ഇൻകമിങ് കോള് മാത്രം ഓക്കെ ആയിട്ട് കൊടുക്കുക. കോൾ റെക്കോർഡർ എനേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഡിസേബിൾ ആണെന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇൻകമിങ് കോൾ കൊടുത്തതിന് ശേഷം റെക്കോർഡ് ഓൾ കോൾസ് എന്ന് കാണാം. റെക്കോർഡ് അൺഗോൺ നമ്പർ, അതായത് നമ്മുടെ സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്ന് വരുന്നതിൽ റെക്കോർഡ് വേണമെന്ന് ചോദിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള നമ്പറുകളിൽ നിന്ന് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ഓൺലി സെലക്ട് കോൺടാക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റിൽ നിന്നും ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യുക. ഇവിടെ മുകളിലൊരു പ്ലസ് ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റിൽ നിന്നും ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം വിളിക്കുന്ന കോളുകൾ മുഴുവൻ നമുക്ക് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി തന്നെ. നമുക്കിത് വേണമെങ്കിൽ ഇവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, 2 രീതിയിലും കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് നല്ലൊരു ദിവസം കാണുന്നവരെ ബൈ ബൈ, സീ യു.